സംസ്ഥാനത്തെ ആശുപത്രികളിൽ ആരോഗ്യ പ്രവർത്തകർ എത്രത്തോളം ഭീതിയോടെയാണ് കഴിയുന്നത്? കൊട്ടാരക്കര കൊലപാതകത്തിന് ശേഷം ആശുപത്രികളിലെ സുരക്ഷ സംബന്ധിച്ച് സർക്കാരിൻ്റെയും വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും കണ്ടു. എന്നാൽ അതിനുശേഷവും സംസ്ഥാനത്ത് അക്രമങ്ങൾ തുടർക്കഥയാകുന്ന കാഴ്ചയാണ്. ഇടുക്കി നെടുങ്കണ്ടത്ത് ചികിത്സയ്ക്കെത്തിച്ച യുവാവ് ഡോക്ടർമാരെയും നഴ്സുമാരെയും ആക്രമിക്കാൻ ശ്രമിച്ചു. മദ്യലഹരിയിൽ അടിപിടി ഉണ്ടാക്കി പരിക്കേറ്റ യുവാവിനെ ചികിത്സയ്ക്ക് പോലീസ് എത്തിച്ചപ്പോഴായിരുന്നു സംഭവം. തിരുവനന്തപുരം സ്വദേശിയായ പ്രവീണാണ് നെടുങ്കണ്ടം ടൗണിലും ആശുപത്രിയിലും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി മദ്യലഹരിയിലായിരുന്ന ഇയാൾ നെടുങ്കണ്ടം BEd കോളേജ് ജംഗ്ഷനിൽ വാഹനങ്ങൾക്ക് നേരെ കല്ലെറിയുകയായിരുന്നു. നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്ക് നേരെയും കാൽനടയാത്രക്കാർക്ക് നേരെയും ആക്രമണം നടത്തി. ഒപ്പം ജോലി ചെയ്തിരുന്ന ആളുകളുമായും വാഹന ഉടമകളുമായും സംഘർഷമുണ്ടായി. സംഭവത്തിൽ പ്രവീണിന്റെ തലയിൽ മുറിവേറ്റു. പിന്നീട് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഇയാളെ പോലീസ് പിടികൂടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഇതിനിടെ പ്രവീൺ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു. നാട്ടുകാരുടെ സഹായത്തോടെ എക്സൈസ് ഓഫീസ് പരിസരത്ത് നിന്നും കണ്ടെത്തിയാണ് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചത്. കാഷ്വാലിറ്റി കയറിയപ്പോൾ തൊട്ട് അവൻ അത്രയ്ക്ക് വയലൻ്റായി നമ്മൾ എല്ലാവരും ചീത്ത വിളിക്കുകയാണ്. ഞാനും ഒരു ബ്രദറും ഒരു നഴ്സിംഗ് സ്റ്റാഫും സെക്യൂരിറ്റി ഞങ്ങളെല്ലാവരും ചീത്ത വിളിച്ചിട്ടാണ് അവൻ ഇത് ചെയ്തത്. ചികിത്സ നൽകുന്നതിനിടെ ഇയാൾ ആശുപത്രി ജീവനക്കാരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും അസഭ്യവർഷം നടത്തുകയും ചെയ്തു. ഇതോടെ കൈയും കാലും കട്ടിലിനോട് ബന്ധിച്ച ശേഷം ചികിത്സ നൽകുകയായിരുന്നു. താൽക്കാലികമായിട്ട് ശാന്തമാക്കാവുന്ന ഒരു തരത്തിലുള്ള പോലീസ് ഫോഴ്സ് വന്നിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. 2-3 പോലീസുകാരോട് വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ ഭീകരന്മാരെയൊക്കെ എങ്ങനെ തടയാനായിട്ട് കഴിയും? സംഘർഷത്തിൽ പ്രവീണിന്റെ തലയിൽ ആഴത്തിൽ മുറിവേറ്റിരുന്നു. ഇയാളെ പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ന്യൂസ് 18 നെടുങ്കണ്ടം.